കുറെ നേരമായി ഞങ്ങൾ മോളിലൂടെ തെണ്ടിത്തിരിയാണ്. അപ്പോ ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോ എന്നത്. ഞാൻ രണ്ട് രീതിയിൽ ചോദിക്കും. അപ്പൊ അതിൽ ഏതാ ശരി നിങ്ങളൊന്ന് പറയണം. ഓക്കെ, ഒന്ന് നീ എങ്ങനെ പറയാം, നീ എന്തെങ്കിലും വാങ്ങിച്ചോ? ഡിഡ് യു ബൈ? യെസ്, ഡിഡ് യു ബൈ എനിത്തിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാവ് യു ബോട്ട് എനിത്തിങ്. കണ്ടോ, ഇവർക്ക് തന്നെ അത് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ പറ, നിങ്ങൾ ഏതാണ്, നീ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് എങ്ങനെയാ പറയാ? ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. അതിന്റെ ആൻസർ ഞാൻ ഇപ്പൊ തന്നെ പറയാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, നീ എന്തെങ്കിലും വാങ്ങിച്ചോ? യെസ്. അപ്പൊ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും കറക്റ്റാ നോക്ക്. ഇത് ശരിക്കും പറയേണ്ടത് ഹാവ് യു ബോട്ട് എനിത്തിങ് എന്നാണ്. ഹാവ് യു ബോട്ട് എനിത്തിങ്. നീ ഡിഡ് യു ബൈ എനിത്തിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷിന്റെ ഒരു നിയമം, ഇപ്പൊ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഹാവോ ഹാസോ അതിൽ വരണം എന്നാണ്. ഇവിടെ യു എന്ന് വന്നതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ്. ഹാവ് യു ബോട്ട് എനിത്തിങ്, ഹാവ് യു ബോട്ട് എനിത്തിങ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചതും ഞാൻ പറഞ്ഞതും സെയിം ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കോമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ അറിയാതെ ഡിഡ് വെച്ച് പറഞ്ഞാലും അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഓക്കെ, ഡിഡ് യു ബൈ എനിത്തിങ് എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ശരിക്കും ഡിഡ് ഉപയോഗിക്കുക കുറെ മുമ്പ് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ സമയത്തെ മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും അതിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ ഹാവ് ഹാസ് അതാണ് ഉപയോഗിക്കുക. ഹാവ് യു ബോട്ട് എനിത്തിങ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കോഴ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. കുറെ പേരുടെ പ്രശ്നം കൺഫ്യൂഷൻസ് ആണ്. കുറെ ഇംഗ്ലീഷ് മനസ്സിലുണ്ട്, അത് ശരിയാണോ അല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാതെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. വളരെ ചെറിയ ഫീ ആണ്, നല്ല റിസൾട്ട് ആണ്. മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.